ഹായ്, നമസ്കാരം. നിങ്ങൾ മുന്തിരി അച്ചാർ കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടില്ലെങ്കിലേ ഇതൊരിക്കലെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ബിരിയാണിക്കും റൈസിനും ഒക്കെ ഒരു സൂപ്പർ കോമ്പിനേഷനാണേ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഗ്രീൻ കളർ മുന്തിരിയാണ്, സീഡ്ലെസ് മുന്തിരിയാണ് കേട്ടോ. നല്ല മധുരമുള്ള മുന്തിരിയാണ് കേട്ടോ. നിങ്ങൾക്ക് പുളിയുള്ള മുന്തിരി ആണെങ്കിലും എടുക്കാം, മധുരമുള്ളതാണെങ്കിലും എടുക്കാം, ഒരു കുഴപ്പമില്ല കേട്ടോ. ഈ മുന്തിരി നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്ത് ഫിൽട്ടർ ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഈ ഓരോ മുന്തിരി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അകത്തേക്കൊക്കെ മസാല പിടിക്കാൻ വേണ്ടിയാണ് നമ്മളിത് കട്ട് ചെയ്യുന്നത് കേട്ടോ. അച്ചാറിടുമ്പോഴേ മുന്തിരിയിൽ ഒട്ടും നനവ് പാടില്ല. നനഞ്ഞിരുന്നു കഴിഞ്ഞാൽ അച്ചാർ പെട്ടെന്ന് ചീത്തയാകും. അത് കാരണം നമ്മളെല്ലാം നല്ലതായിട്ട് ഡ്രൈ ആക്കി എടുക്കണം. ഞാനിവിടെ ഡ്രൈ ഒക്കെ ആക്കി കട്ട് ചെയ്ത് സ്മോൾ പീസസ് ആക്കി കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വെളുത്തുള്ളി വേണം. വെളുത്തുള്ളി ഒരു 10-15 അല്ലി വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അച്ചാറിന് നമുക്ക് വെളുത്തുള്ളി ഇച്ചിരി കൂടുതൽ വേണേ. പിന്നെ ഞാനിവിടെ കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിലേക്ക് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ അച്ചാർ ഇടുമ്പോൾ ഒരിക്കലും വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്, നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇനിയും കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളി നല്ലൊരു ബ്രൗൺ നിറമായിട്ട് വരുന്ന സമയത്തേക്ക് നമുക്ക് മസാലകൾ ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം ഞാനിവിടെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയും 2 ടേബിൾ സ്പൂൺ മുളക് പൊടി വേണം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടിയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് കേട്ടോ. ലോ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് വേണം മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ എല്ലാം കരിഞ്ഞു പോകും പെട്ടെന്ന് തന്നെ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉലുവപ്പൊടി, 1 ടീസ്പൂൺ കായപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഈ സമയത്ത് മസാലയൊക്കെ നന്നായിട്ടൊന്ന് മുരിഞ്ഞിട്ട് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരണം. ഇനി ഇതിലേക്ക് നമുക്ക് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി നന്നായിട്ട് കുറുകി വരുന്നിടം വരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇവിടെ നമ്മുടെ മസാല നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഇനി നമുക്ക് മുന്തിരിങ്ങ ആഡ് ചെയ്ത് കൊടുക്കാവേ. മുന്തിരി ആഡ് ചെയ്ത ശേഷം നമുക്ക് ഒരുപാട് നേരമൊന്നും വേവിക്കാൻ പാടില്ല. മുന്തിരി വെന്ത് പോകരുത് കേട്ടോ. ആ ഒരു റോ ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടണേ. ജസ്റ്റ് ഒന്ന് ചൂട് പിടിക്കുകയോ ചെയ്യാവൂ, വെന്ത് പോകാൻ പാടില്ല. ഈ സമയത്ത് നമ്മൾ നോക്കണം ഉപ്പൊക്കെ കറക്റ്റാണോ എന്നൊക്കെ നോക്കിയിട്ട് കറക്റ്റ് ചെയ്യണം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നന്നായി തണുത്ത ശേഷം നമുക്കിതൊരു ജാറിലേക്ക് മാറ്റാം. ഇനി ഈ അച്ചാർ ഒരു 4-5 ദിവസം നമുക്ക് പുറത്ത് തന്നെ സൂക്ഷിക്കണം. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അപ്പോഴേക്കും നമ്മുടെ അച്ചാർ നല്ല സെറ്റായിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ ഈസിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം കേട്ടോ.